അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് 4ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 6ാമത്തെ പാഠമാണ് നാം നോക്കുന്നത്. അദ്ദർസു സാദിസ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. മോനെ, ഇന്ന് റമദാൻ 27ാം രാവാണ്. നേരത്തെ മസ്ജിദിൽ പോകണം. ഇന്ന് മസ്ജിദിൽ ഖത്മുൽ ഖുർആൻ മജ്ലിസും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ സംഗമവും ഉണ്ട്. ഉമ്മ കുറച്ച് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നീ അത് കൊണ്ടുപോയി മസ്ജിദിൽ ഏൽപ്പിക്കണം. നോമ്പ് തുറന്നു. സുഫിയാൻ വുളൂ എടുത്ത് പള്ളിയിൽ പോകാനൊരുങ്ങി. ഉമ്മ കൊടുത്ത കീസുമായി അവൻ പുറപ്പെട്ടു. മസ്ജിദിലെത്തി കീസ് ഉസ്താദിനെ ഏൽപ്പിച്ചു. ഇഷായിൻ്റെ അദാൻ മുഴങ്ങി. ഹദ്ദാദ് റാത്തീബിനു ശേഷം ഇഷായിൻ്റെ ജമാഅത്ത് നടന്നു. മസ്ജിദ് നിറയെ ജനങ്ങൾ, വൃദ്ധന്മാരും യുവാക്കളും കുട്ടികളുമെല്ലാം ഉണ്ട്. നിസ്കാരത്തിനു ശേഷം ഉസ്താദ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗം ആരംഭിച്ചു. ജമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലെത്തി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതപ്പിച്ചു. സാന്ത്വന വാക്കുകൾ പറഞ്ഞു. അങ്ങയെ അല്ലാഹു തആല ഒരിക്കലും കൈവിടില്ല. അങ്ങ് പാവങ്ങളെ സഹായിക്കുന്നു, കുടുംബബന്ധം ചേർക്കുന്നു, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നു, പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നു, അതിഥികളെ സൽക്കരിക്കുന്നു, വിപത്തുകളുണ്ടാകുമ്പോൾ സഹായങ്ങളുമായി ഓടിയെത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ നിന്നാണ് വീട്ടിലെത്തിയത്. കുറച്ച് കാലമായി അവിടെ ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് ചെയ്യുകയായിരുന്നു. ഭക്ഷണ സാധനങ്ങളെടുത്ത് ഗുഹയിലെത്തും, ഇബാദത്തിൽ മുഴുകും. ഇടയ്ക്ക് വീട്ടിൽ വന്ന് വീണ്ടും ഭക്ഷണ സാധനങ്ങളുമായി മടങ്ങും. അങ്ങനെയിരിക്കെ റമദാൻ 27 തിങ്കളാഴ്ച രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആഗതനായി. ഇഖ്റ, വായിക്കൂ. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികരിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറോടണച്ച് പിടിവിട്ട ശേഷം വീണ്ടും പറഞ്ഞു, ഇഖ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചു, ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീണ്ടും മാറോടണച്ചു പിടിവിട്ട ശേഷം വീണ്ടും പറഞ്ഞു, ഇഖ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചു, ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല. ജിബ്രീൽ അലൈഹിസ്സലാം മൂന്നാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറോടണച്ചു പിടിവിട്ട ശേഷം ഓതിക്കൊടുത്തു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റ വറബ്ബുക്കൽ അക്രം, അല്ലദീ അല്ലമ ബിൽ ഖലം, അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇതായിരുന്നു ഖുർആൻ അവതരണത്തിൻ്റെ തുടക്കം. 40 വയസ്സ് പൂർത്തിയായതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ചു. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യസന്ധമായ സ്വപ്നങ്ങൾ കണ്ടു. മരങ്ങളും കല്ലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. അതിനുശേഷമാണ് ഹിറാ ഗുഹയിൽ ചെന്ന് ഇബാദത്ത് തുടങ്ങിയത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിതൃവ്യ പുത്രനായ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അദ്ദേഹം വേദം പഠിച്ചയാളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിവരങ്ങളറിഞ്ഞ വറഖ പറഞ്ഞു, ഭയപ്പെടേണ്ടതില്ല, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് വന്ന മലക്കാണത്. ഈ മഹാസംഭവം നടന്നത് ഇതുപോലെയുള്ള ഒരു രാത്രിയിലായിരുന്നു. ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. തറാവീഹിനു ശേഷം പലഹാരം വിതരണം ചെയ്തു. ലാ യുഖ്സീകല്ലാഹു അബദ, അല്ലാഹു തആല ഒരിക്കലും അങ്ങയെ കൈവിടില്ല. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസു സാദിസ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഒന്നാമത്തെ നുജീബ്, ഉത്തരം എഴുതുക. നുബുവത്ത് ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര വയസ്സ് പൂർത്തിയായിരുന്നു? 40. 2, ആദ്യമായി വഹി ലഭിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം ഹിറാ ഗുഹ. 3, ആദ്യമായി വഹി ലഭിച്ച തീയതി എഴുതുക. റമദാൻ 27. 4, ഖുർആനിൽ ആദ്യ വഹിയിൽ എത്ര ആയത്തുകൾ ഉണ്ടായിരുന്നു? അവ ഏത് സൂറത്തിൽ? 5 ആയത്തുകൾ സൂറത്തുൽ അലഖിൽ. 5ാമത്തെ ചോദ്യം, ഹിറാ ഗുഹയിൽ നിന്ന് വീട്ടിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ ബീവി ആശ്വസിപ്പിച്ചത് എങ്ങനെ?
അങ്ങയെ അള്ളാഹു തആല ഒരിക്കലും കൈവിടില്ല. അങ്ങ് പാവങ്ങളെ സഹായിക്കുന്നു, കുടുംബബന്ധം ചേർക്കുന്നു, ദുഃഖിതനെ ആശ്വസിപ്പിക്കുന്നു, പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നു, അതിഥികളെ സൽക്കരിക്കുന്നു, വിപത്തുകൾ ഉണ്ടാകുമ്പോൾ സഹായങ്ങളുമായി ഓടിയെത്തുന്നു. ചോദ്യം 6. സംഭവം അറിഞ്ഞ വറഖത്ത് ബിൻ നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് പറഞ്ഞത്? ഉത്തരം: ഭയപ്പെടേണ്ടതില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് വന്ന മലക്കാണത്. ഈ മഹാസംഭവം നടന്നത് ഇതുപോലെയുള്ള ഒരു രാത്രിയിലായിരുന്നു. ഇനി രണ്ടാമത്തെ വർക്ക് നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കുക. 1. ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല. ഹിറാ ഗുഹയിൽ ഇബാദത്തിൽ മുഴുകിയിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം ആഗതനായി.